സമ്മേളനകാലത്ത് സിപിഎമ്മിന് തലവേദനയാവുകയാണ് വിഭാഗീയ നീക്കങ്ങളും നേതാക്കളുടെ തമ്മിലടിയും. ഒറ്റപ്പെട്ട പ്രശ്നങ്ങൾ എന്ന് പറഞ്ഞ് നിസാരവൽക്കരിക്കാൻ ശ്രമിക്കുമ്പോഴും കാര്യങ്ങൾ അത്ര ശുഭകരമല്ലെന്ന് നേതൃത്വം തിരിച്ചറിയുന്നുമുണ്ട്. ആശയങ്ങളുടെ പേരിലല്ല, അധികാര തർക്കങ്ങളുടെയും വ്യക്തിവിദ്വേഷങ്ങളുടെയും പേരിലുള്ള തർക്കമാണ് സമ്മേളന വേദികളിൽ നിന്ന് ഇപ്പോൾ തെരുവിലേക്ക് പടരുന്നത്. സമ്മേളനകാലത്ത് നാടുനീളെ ഓടി നടന്ന വിഭാഗീയ നീക്കങ്ങളും തമ്മിൽ തല്ലും പരിഹരിക്കുകയാണ് സിപിഎമ്മിന്റെ സംസ്ഥാന സെക്രട്ടറി എം.വി. ഗോവിന്ദൻ. ഒരുപക്ഷെ മറ്റൊരു സംസ്ഥാന സെക്രട്ടറിമാർക്കും ഉണ്ടാകാത്ത ഗതികേട്. സമ്മേളനകാലത്ത് ആദ്യം തർക്കം തുടങ്ങിയത് സംസ്ഥാന സെക്രട്ടറിയുടെ നാട്ടിലെ ബ്രാഞ്ചിലാണ്. ലോക്കൽ സമ്മേളനം കടന്ന് ഏരിയ സമ്മേളനങ്ങൾ പകുതിയിലേറെ പിന്നിടുമ്പോൾ പലയിടത്തും നേതൃത്വത്തിനെതിരെ തെരുവിലിറങ്ങിയാണ് പാർട്ടി പ്രവർത്തകർ. ജില്ലാതലത്തിൽ പരിഹരിക്കാൻ കഴിയാത്ത വിഷയങ്ങൾ സംസ്ഥാന കമ്മിറ്റി അംഗങ്ങളെയും സംസ്ഥാന സെക്രട്ടേറിയറ്റ് അംഗങ്ങളെയും ഇടപെടുത്തി പരിഹരിക്കുകയാണ് സിപിഎമ്മിന്റെ രീതി. ഏറ്റവും അവസാനം സംസ്ഥാന സെക്രട്ടറി ഇടപെടുകയാണ് പതിവ്. പക്ഷേ ഇപ്പോൾ തർക്കങ്ങൾ തെരുവിലേക്ക് നീങ്ങിയതോടെ സെക്രട്ടറിക്ക് നേരിട്ട് ഓരോ വിഷയത്തിലും ഇടപെടേണ്ട അവസ്ഥയായി. സെക്രട്ടറിക്ക് സംസ്ഥാന സെക്രട്ടേറിയറ്റിൽ നിന്ന് കാര്യമായ പിന്തുണ ലഭിക്കുന്നില്ല എന്ന തോന്നലും പാർട്ടിക്കുള്ളിൽ ശക്തമാണ്. ലോക്സഭാ തെരഞ്ഞെടുപ്പ് തോൽവിക്ക് ശേഷമാണ് തെറ്റുതിരുത്തൽ രേഖ കർശനമായി നടപ്പാക്കാൻ സിപിഎം തീരുമാനിച്ചത്. പലയിടത്തും പ്രധാനപ്പെട്ട നേതാക്കൾക്കെതിരെ പോലും നടപടിയെടുക്കുകയും ചെയ്തു. എന്നാൽ സമ്മേളനങ്ങൾ മേൽക്കടങ്ങളിലേക്ക് എത്തുമ്പോൾ പ്രശ്നങ്ങളും കൂടുകയാണ്. പത്തനംതിട്ടയിലും ആലപ്പുഴയിലും കൊല്ലത്തും കടുത്ത വിഭാഗീയ നീക്കങ്ങളാണ് നടക്കുന്നത്. ഒടുവിൽ തിരുവനന്തപുരത്ത് മംഗലപുരം ഏരിയ സെക്രട്ടറി തന്നെ സമ്മേളന വേദിയിൽ നിന്ന് ഇറങ്ങിപ്പോകുന്ന അവസ്ഥയിലെത്തി കാര്യങ്ങൾ. ലോക്കൽ സമ്മേളനങ്ങളിലും ഏരിയ സമ്മേളനങ്ങളിലും ഉണ്ടായ അസ്വസ്ഥതകൾ ജില്ലാ സമ്മേളനങ്ങളിലേക്ക് പടർന്നാൽ അത് സിപിഎമ്മിനുണ്ടാക്കാൻ പോകുന്ന വെല്ലുവിളി ചെറുതല്ല. സമ്മേളനകാലത്ത് പാർട്ടി നടപടികൾ സാധാരണമല്ലെങ്കിലും കരുനാഗപ്പള്ളിയിൽ ഏരിയ കമ്മിറ്റി തന്നെ പിരിച്ചുവിടുകയാണ് സിപിഎം ചെയ്തത്. തിരുവല്ലയിലും ശക്തമായ നടപടിയുണ്ടായി. വി.എസ്. പിണറായി വിഭാഗീയതയുടെ കാലത്ത് ഒരു പരിധിവരെയെങ്കിലും ആശയങ്ങളുടെ പേരിലായിരുന്നു പോരാട്ടം. എന്നാൽ ഇപ്പോൾ നേതാക്കൾ തമ്മിലുള്ള വ്യക്തിവൈരാഗ്യവും അധികാര സ്ഥാനങ്ങൾക്ക് വേണ്ടിയുള്ള തർക്കവുമാണ് സിപിഎമ്മിനെ നാണക്കേടിലാക്കുന്നത്. പ്രതിസന്ധി എങ്ങനെ മറികടക്കുമെന്ന നേതൃത്വത്തിലും വലിയ വ്യക്തതയില്ല. ന്യൂസ് 18 തിരുവനന്തപുരം.